ground, negative. റോഡ് എല്യൂട്ടിൻ്റെ P3A സർക്യൂട്ടാണ്. ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. അതൊക്കെ എന്തൊക്കെയാണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. കാരണം അത്രയ്ക്കും നല്ല സൂപ്പർ സർക്യൂട്ടുകൾ, സൂപ്പർ ആംപ്ലിഫയർ സർക്യൂട്ടുകൾ അവരുടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ, ഈ തരം സർക്യൂട്ടുകൾ ചെയ്യാൻ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഒരുപാട് പേരുടെ ചർച്ച നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോഷി സാറിനൊക്കെ അറിയുന്നവരുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ. അപ്പോൾ അവർ ജോഷി സാറൊക്കെ റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു സർക്യൂട്ടാണിത്. ഇതിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഷോഗൻ ഗണേശേട്ടൻ ഉണ്ട്, കോഴിക്കോട് ഗണേശേട്ടൻ, നമ്മൾ ഗണേശേട്ടാന്ന് വിളിക്കും. അപ്പോൾ ഗണേഷ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഗ്രാഫിക്സ് എന്ന ഷോപ്പുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആയില്ലേ, ഒക്കെ വളരെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഏറ്റവും നല്ല കോമ്പണൻസ് ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണിത്. അതായത് വളരെ മോശം കമ്പോണൻസ് ഇട്ട് നല്ല സർക്യൂട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പം നല്ല കോമ്പോണൻസ് ഇട്ടിട്ട് തന്നെ നല്ല സർക്യൂട്ട് ചെയ്താൽ അത് എഫിഷ്യൻ്റ് ആയിരിക്കും, നല്ല പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ ഫസ്റ്റ് റിസൾട്ടും ഞാൻ അറിയുന്നതും നിങ്ങൾ അറിയുന്നതും ഒരുമിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കാം, ഒരു സോൾഡറിങ് പോയിൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റീരിയോ ആവശ്യമുള്ളവർക്ക് ഇതിൽ തന്നെ സ്റ്റീരിയോ ആയിട്ട് ചെയ്യാം. ഇത് 2.1 ആക്കണമെങ്കിൽ ഇതിന് വേണ്ട രീതിയിൽ മാറ്റി ചെയ്തെടുക്കാം, ബ്രിഡ്ജ് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങളുടെ സൗകര്യം. അവിടെ സംസാരിക്കുക, കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ തരും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി ഈ ബോർഡ് ഒന്ന് നല്ല രീതിയിൽ ക്ലോസ് റേഞ്ചിൽ നോക്കുക, എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. P3A എന്നുള്ള ആ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടാണിത്. P3A മോഡൽ 27 വോൾട്ട് 8 ആംപിയർ ആണ് റെക്കമെൻഡേഷൻ. 27 വോൾട്ട് 8 ആംപിയറിൽ പെർ ചാനൽ 100 വാട്ട്സ്. 27 നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആംപ്ലിഫയറിൽ നിന്ന് 27 വോൾട്ടിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്പീക്കേഴ്സ് നമ്മളതിലൊരു LG സ്പീക്കർ ചാനലുണ്ട്. അതായത് ഒരു 85 വാട്ട്സ് ആണ് ആ LG സ്പീക്കേഴ്സ്. അപ്പോൾ അതിലേക്ക് നമ്മളിത് കൊടുത്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് 2 മോണോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇൻ്റർലിങ്ക് ഒന്നും ചെയ്തിട്ടില്ല. രണ്ടും 2 സെപ്പറേറ്റ് മോണോകളാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് സ്റ്റീരിയോ. അപ്പോൾ നമ്മളിവിടെ 27 ഇവിടെ കൊടുത്ത് പ്ലസ് വോൾട്ടേജ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടേക്കും ആ പ്ലസ് ലിങ്ക് ചെയ്യണം. അതേപോലെ തന്നെ നെഗറ്റീവും ഗ്രൗണ്ടും ഒക്കെ ലിങ്ക് ചെയ്യണം. സിഗ്നൽ സെപ്പറേറ്റ്, ഔട്ട്പുട്ട് സെപ്പറേറ്റ്. അപ്പോൾ കമ്പണൻസും ലേഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊന്ന് സർവീസ് ചെയ്യേണ്ടി വന്നാലൊക്കെ വളരെ സിമ്പിളാണ്. ആ ഒരു കുത്തി നിറച്ച് ജക്കപ്പോ ആക്കി വൃത്തിയാടാക്കി വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സർക്യൂട്ടുകളൊക്കെ ഞാൻ കാണരുത്. ഇതിപ്പോൾ ഷോഗൻ എന്നുള്ള അവരുടെ ബ്രാൻഡ് മാർക്കാണ്. ബോർഡ് നോക്കിയ PCB എല്ലാം സൂപ്പറാണ്, പ്രിൻറ്റിങ് ഒക്കെ സൂപ്പറാണ്, എല്ലാം നല്ല സ്ട്രോങ് ആണ്. ഇപ്പോൾ നമ്മളെ പവർ ലൈനൊക്കെ കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. മറ്റേ രണ്ടാമത് നമുക്ക് ലെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ തോന്നുന്നില്ല, നേരിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന ഈ സ്ഥലത്ത് പവർ പോയിൻറ്റ്സ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഏരിയയിൽ ഇവിടെ കാണാം പ്ലസ്, അതേപോലെ ഇവിടെ മൈനസ്, ഇവിടെ ഗ്രൗണ്ട്. ഇത് ഗ്രൗണ്ട് ഏരിയയിൽ ഇതാ ഇവിടെയാണ് ഗ്രൗണ്ട് വരുന്നത്. ഇതാണ് ഇവിടെ GND എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് സ്പീക്കറിൻ്റെ അടുത്തുള്ള പോയിൻ്റ് തന്നെയാണ് സ്പീക്കർ പോയിൻറ്റ്. അപ്പോൾ ഇവിടെ സ്പീക്കറിൻ്റെ ഗ്രൗണ്ട്, നമ്മളെ സപ്ലൈയുടെ ഗ്രൗണ്ട്, ഇവിടെ വരുന്നത് പോസിറ്റീവ്, ഇവിടെ വരുന്നത് നെഗറ്റീവ്. ഇത് തന്നെ സെയിം ഇങ്ങോട്ട് തന്നെ ലിങ്ക് ചെയ്യുക. ഡുവൽ സപ്ലൈ ഇങ്ങോട്ട് ലിങ്ക് ചെയ്യുക 27 വോൾട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഭാഗത്തും ഇവിടെ സ്പീക്കർ, ഇത് ഗ്രൗണ്ട്, സപ്ലൈ പോസിറ്റീവ് നെഗറ്റീവ്, അത്രയേ ഉള്ളൂ. ഇൻപുട്ട് ഈ ഏരിയയിലാണ്, ഒന്ന് ഈ ഏരിയയിൽ ഇൻപുട്ട്. 100 വാട്ട്സ് 4 ohms സ്പീക്കറാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 100 വാട്ട്സ് 4 ohms സ്പീക്കർ ഞാൻ അവിടെ ഒരു LGയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ഇൻപുട്ടായിട്ട് ഞാനിവിടെ ഒരു സെക്ഷൻ നമ്മളെ ലാപ്ടോപ്പിൽ നിന്നുള്ള ഒരു ഓക്സ് കണക്ഷൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു വോളിയം കൺട്രോളും വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഡയറക്റ്റ് ഫ്ലാറ്റ് റെസ്പോൺസ് നമ്മൾക്ക് പറയാം. പിന്നെ BT, ടോൺ, ഈക്വലൈസർ എന്തൊക്കെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസം കാണാം. നമ്മളിപ്പോൾ തൽക്കാലം ഒരു ചാനലാണ് ചെക്ക് ചെയ്യുന്നത്. 2 ചാനലും ഒരേപോലെ ആയതുകൊണ്ട് നമ്മൾ ഒരു ചാനൽ ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാം. ഒന്ന് ടീൻ ചെയ്താൽ നമുക്ക് സോൾഡറിങ് വളരെ എളുപ്പമായിരിക്കും. പിന്നീട് അങ്ങോട്ട് സ്പീക്കർ കണക്ഷൻ, നെഗറ്റീവ് ഇൻപുട്ട്. അപ്പോൾ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്യാം. ഇവിടെ പോസിറ്റീവ്, ഞാൻ മറ്റൊരു ആമ്പ് ഇവിടെ ഉണ്ട്, അതിൽ നിന്നുള്ള സപ്ലൈ ആണ് ഇതിലേക്ക് കൊടുക്കുന്നത്. ഗ്രൗണ്ട്, നെഗറ്റീവ്. സ്പീക്കർ ചെക്ക് ചെയ്യാൻ തൽക്കാലം ഈ വയർ ഉപയോഗിക്കാം. സ്പീക്കേഴ്സ്, പവർ സപ്ലൈ, ഇനി ഇൻപുട്ടാണ്. ഇത് ഗ്രൗണ്ട്, ഒരു ഇൻപുട്ട് കൊടുക്കാം. അപ്പോൾ പ്ലേ ചെയ്യാൻ ഞാനിവിടെ ഈ മൈക്ക് ഡിസ്കണക്ട് ചെയ്യും. കാരണം ഇവിടേക്ക് ആ ഒരു നല്ല റെസ്പോൺസ് കിട്ടില്ല. കാരണം ഈ മൈക്കിന് ഒരു നോയ്സ് റിഡക്ഷൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ റിയൽ അവസ്ഥ നമുക്ക് കേൾക്കില്ല. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ അതിൽ റെക്കോർഡ് ചെയ്യാം.
എന്നാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും, കുറച്ചുകൂടെ കറക്റ്റ് ആവും. അപ്പോൾ വോളിയം കൊടുക്കട്ടെ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ലൗഡായിരിക്കും, കുറച്ചുകൂടെ വൈഡായിരിക്കും. അതായത് വേറെ ഒരു 15 ഇഞ്ച് സ്പീക്കറാണ്. ടോൺ കൺട്രോൾ ഇല്ല, ഇക്വലൈസർ ഇല്ല, ഒന്നുമില്ല. യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് NCS മ്യൂസിക് ആണ്. അപ്പോൾ നല്ല ബേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലല്ലോ അല്ലേ, നല്ലൊരു ഔട്ട്പുട്ടാണ് കേൾക്കുന്നത്. കുഴപ്പമില്ലല്ലേ, അത്യാവശ്യം 100 വാട്ട്സ് സ്റ്റീരിയോക്ക് ബെസ്റ്റ് നല്ലൊരു എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്താ എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. കാരണം ഈ മൈക്കിലൂടെ കേൾക്കുന്നതാണ്. മറ്റൊരു മ്യൂസിയം കൂടി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇത് നമ്മളെ സ്ഥിരം ടെസ്റ്റ് ടോണാണ്. ഇയർഫോൺ ഉപയോഗിക്കും. ട്രബിൾ ബേസ് ഓഡിയോ നോട്ട്സ് എല്ലാം ഓക്കെ, എല്ലാം സൂപ്പർ, കുഴപ്പമില്ല. ആ ഒരു സർക്യൂട്ടിന്റെ പേര് കേട്ടിട്ടുള്ള ആ ഒരു വായിച്ചിട്ടും വാട്സപ്പിലൊക്കെ ഉള്ള അറിവാണ് എനിക്ക് ആദ്യം കിട്ടി. അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവ് മുമ്പില്ലായിരുന്നു. പിന്നീട് അതിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പിന്നെ കിട്ടാൻ പ്രയാസമാണ്, അത് ഉണ്ടാക്കാൻ പ്രയാസമാണ്. സർക്യൂട്ട് ഭയങ്കര അങ്ങനെ ഒരുപാട് ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷെ അതെങ്ങനെ സക്സസ് ആയി കിട്ടി. ഞാൻ ഇതിനെ പറ്റി പഠിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഫസ്റ്റ് ചെക്ക് ചെയ്യലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളിപ്പോൾ ഫോണിലൂടെ കേട്ട് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കേൾക്കാം. ഇവിടെ ഇപ്പോൾ ഉള്ള ദിവസം ഒരു 2-3 ദിവസം കൂടി ഉണ്ടായില്ലോ. അപ്പം ഈ ബോർഡ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം, ഇപ്പോൾ സൗണ്ട് ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു സജഷൻസ്, അത് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇത് വാങ്ങാനുള്ള ഒരു കോൺടാക്ട് നമ്പർ, ഗണേഷ് ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം, വിളിച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റീരിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയിപ്പോൾ ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു ബോർഡിൽ ഇതിലും കൂടുതൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യില്ല. പ്രൈസ് ഞാൻ പറയുന്നില്ല, പ്രൈസ് നിങ്ങൾ വിളിച്ച് നോക്കുക. ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു 2 മില്യൺ ആക്കി തരാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. പിന്നെ എല്ലാവരും കുറഞ്ഞു, ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പിന്നെയും പറയുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ചാനൽ നിലവാരം മാറ്റാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിലാണ്.